ലെറ്റ്സ് മേക്ക് ഈസി പീസി മന്തി. ആദ്യം തന്നെ നമുക്ക് ഇനി 2 മസാല ഉണ്ടാക്കാം. മസാല ഉണ്ടാക്കിയിട്ട് നമുക്ക് ആദ്യം 2 ബേ ലീഫ്, 2 ഉണക്കനാരങ്ങ, ഒരു കുറച്ച് കറുകപ്പട്ട, പിന്നെ 3-4 ഏലക്കായ, പിന്നെ നമ്മുടെ കരിയാമ്പു, കുറച്ച് കുരുമുളക്, കുറച്ച് ജീരകം കൂടി ഇടാം. അപ്പം ഇതൊക്കെ ഒന്ന് വറുത്തിട്ട് ഇച്ചിരി മല്ലിയും കൂടി അങ്ങോട്ട് പൊടിക്കാം. അതിനുശേഷം ഒരു ഫോർക്ക് എടുത്ത് ചിക്കനെ അറഞ്ചം പുറഞ്ചം കുത്തിക്കൊള്ളണം. ഒരു മനസാക്ഷിയും വേണ്ട, നല്ലോണം ഒട്ടിയിട്ടുള്ളണം. ഇനി നേരത്തെ എടുത്ത് വെച്ചാണ് മന്തി മസാലയ്ക്ക് ഇച്ചിരി ഉപ്പും ഇച്ചിരി മുളക് പൊടിയും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നല്ല അടിപൊളി നല്ല പേസ്റ്റാക്കി മാറ്റാം. അവസാനമായിട്ട് കുറച്ച് നാരങ്ങ കൂടി ഒഴിച്ചു കൊടുത്തേക്കാം. അതിൽ നിന്നൊരു 2 ടീസ്പൂൺ ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്, പിന്നീട് ആവശ്യം വരും, പിന്നെ പറഞ്ഞുതരാം. ഇനി ബാക്കിയുള്ള മസാല മൊത്തം ചിക്കനിലേക്ക് പരട്ടിയിട്ട് ഒരു 1 to 2 hours റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അത് മസ്റ്റാണ്, എന്നാൽ മാത്രമേ മന്തി ആവുള്ളൂ. ഇനി 2 മണിക്കൂർ റെസ്റ്റ് ചെയ്ത മന്തിനെ ഒരു ആവി പാത്രത്തിലിട്ട് നല്ലോണം ആവി കയറ്റാം. 20 മിനിറ്റ് ഒരു സൈഡിലിട്ട് ആവി കയറ്റാം. അത് കഴിഞ്ഞ് തിരിച്ച് 20 മിനിറ്റ് അടുത്ത സൈഡിലും ആവി കയറ്റാം. മന്തിയുടെ റൈസ് ഉണ്ടാക്കാനായിട്ട് എണ്ണയിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് സവോളയും കുറച്ച് പച്ചമുളകും കുറച്ച് ക്യാപ്സിക്കും കൂടി അരിഞ്ഞത് നല്ല പോലെ സോട്ട് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങോട്ട് മൂപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തീ കണ്ട സ്പൈസസ് ഒക്കെ അതിലേക്ക് കൊട്ടാം. അതിനുശേഷം 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് സ്റ്റോക്ക് എന്ന രീതിയിൽ ചിക്കൻ്റെ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അരി നല്ലപോലെ കുതിർത്ത് വെച്ചേർന്ന അരിയാണ് ഈ ഇട്ട് കൊടുക്കുന്നത്. ഇതിനുശേഷം മൂടി വയ്ക്കാം. പിന്നെ നമുക്ക് നമ്മുടെ വേവിച്ചെടുത്ത ചിക്കൻ ഒന്ന് വറുത്തെടുക്കാം. നല്ലപോലെ ഡീപ്പ് ഫ്രൈ ചെയ്ത് തന്നെ എടുത്താൽ അത്യാവശ്യം നല്ല രീതിക്ക്. അതിനുശേഷം അരി വെന്ത് കഴിഞ്ഞ് അതിൻ്റെ മേലേക്ക് വറുത്ത ചിക്കനൊക്കെ പരത്തി വെച്ച് ഒന്നും കൂടി ഒന്ന് ആവി കയറ്റാം. നമ്മുടെ ഈസി പീസി മന്തി റെഡി. വേറെ സെറ്റാണോ? കാർത്തികേ സെറ്റ്.